വിശ്വസാഹിത്യ സാർവഭൗമനായ കൗളിയോ ടോൾസ്റ്റോയുടെ ലോകപ്രശസ്തമായ ഒരു ഇതിഹാസ കൃതി കഥാപ്രസംഗ രൂപത്തിൽ ആവിഷ്കരിക്കുന്നു അന്ന കരീനിന. നന്നായി വസ്ത്രധാരണം ചെയ്തൊരു ചെറുപ്പക്കാരൻ, സുന്ദരനായ ചെറുപ്പക്കാരൻ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അക്ഷമനായി ഉലാത്തുന്നു. ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നു. ആരാണാവോ ഇയാൾ? ഇയാളെ കുറിച്ച് എനിക്കറിയാവുന്നിടത്തോളം പറയാം. ആരും കൊതിക്കും ബീരുദുക്കാരൻ, പാരം കൊഴുത്ത ചെറുപ്പക്കാരൻ, ധീരൻ സുമുഖൻ പ്രഭുകുമാരൻ, ആരെയും കൂസാത്ത ഭാവക്കാരൻ. ഏയ് ബ്രോൺസ്കി! ആരോ തന്നെ പേരിട്ട് വിളിക്കുന്നു. അയാൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആഹാ, സ്റ്റീഫനോ, നീ എന്താണ് ഇവിടെ? ബ്രോൺസ്കി എന്തിനു വന്നു? ഞാൻ അമ്മയെ പ്രതീക്ഷിച്ചു വന്നു. അമ്മ ഈ വണ്ടിയിലുണ്ട്. നീ ആരെ കാണാൻ വന്നു? ഞാനും ഒരാളെ കാത്തു വന്നതാണ്. ആരെ? ഈ വണ്ടിയിൽ ഒരാൾ വരുന്നുണ്ട്. ആരാണ്? ഈ വണ്ടിയിൽ ഒരാൾ വരുന്നുണ്ട്. ആരാണെന്ന് പറയടാ നാശമേ. ഈ വണ്ടിയിൽ ഒരു പെണ്ണ് വരുന്നുണ്ട്. പെണ്ണോ? ഏത് പെണ്ണ്? എവിടുത്തുകാരി? എന്ത് പ്രായം? എന്ത് തരം? പറയടാ സ്റ്റീഫ. എടാ ബ്രോൺസ്കി, നിന്റെ വെപ്രാളം ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. എനിക്ക് നിന്നെ പണ്ടേ അറിഞ്ഞൂടെ? നിന്നെ എന്നല്ല, നിന്നെപ്പോലുള്ള സകല പട്ടാള ഉദ്യോഗസ്ഥന്മാരെ എനിക്കറിയാം. പെണ്ണെന്ന് കേൾക്കുമ്പോ പെണ്ണോ? ഏത് പെണ്ണ്? എന്ത് പ്രായം? എന്ത് തരം? ബ്രോൺസ്കി, ഈ വണ്ടിക്കകത്തൊരു പെണ്ണ് വരുന്നുണ്ട്. അതിസുന്ദരിയായൊരു പെണ്ണ്. പക്ഷെ നീ വിചാരിക്കുന്ന തരമല്ല. എന്റെ സഹോദരി അന്ന. ചൂളം മുഴങ്ങി പുകച്ചുരുൾ കുങ്ങിയ പാളമുലഞ്ഞുണർന്നാകെ പരിസരം. ചൂളം മുഴങ്ങി തൂവിയലച്ചാർത്തു വീർപ്പിട്ടണങ്ങിടും ആവി വണ്ടിക്കുള്ളിലാൾക്കാർ തിരക്കിലായി. ചൂളം മുഴങ്ങി, ചൂളം മുഴങ്ങി പുകച്ചുരുൾ കുങ്ങിയ പാളമുലഞ്ഞുണർന്നാകെ പരിസരം. ചൂളം മുഴങ്ങി. വണ്ടി സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ കുറെ നേരത്തേക്ക് ഒരു ബഹളമായിരുന്നു. ചായയും കാപ്പിയും പഴവും പത്രവും മാസികയും കച്ചവടക്കാരുടെ ബഹളം, കയറുന്നവരുടെയും ഇറങ്ങുന്നവരുടെയും തിരക്ക്. ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ വന്നു ബ്രോൺസ്കിയുടെ തോളിൽ തട്ടി. ഹലോ മിസ്റ്റർ ബ്രോൺസ്കി, നിങ്ങൾ അമ്മയെ പ്രതീക്ഷിച്ച് നിൽക്കല്ലേ? ദേ ആ കമ്പാർട്ട്മെന്റിലുണ്ട്. ഓ താങ്ക് യു. ബ്രോൺസ്കി അയാൾ ചൂണ്ടിക്കാട്ടി കമ്പാർട്ട്മെന്റിലേക്ക് ഓടി. വാതിൽ നിൽക്കുന്നു ഒരു സ്ത്രീ. വാതിൽ നിറഞ്ഞു നിൽക്കുന്നു അതിരൂപവതിയായ ഒരു സ്ത്രീ. അവൾ മാറിക്കൊടുത്താൽ മാത്രമേ ബ്രോൺസ്കിക്ക് അകത്ത് കയറി പോകാൻ പറ്റൂ. അയാൾ ആവശ്യപ്പെടാതെ തന്നെ ആ സ്ത്രീ അയാൾക്ക് വേണ്ടി ഒന്ന് ഒതുങ്ങിക്കൊടുത്തു. ഒരു തീവണ്ടി മുറിയുടെ വാതിലിന്റെ വീതി നമുക്കറിയാം. ഒരാളൊന്ന് മാറിക്കൊടുത്താൽ മറ്റൊരാൾക്ക് കഷ്ടിച്ച് കയറിപ്പോകാം. കഷ്ടിച്ച് കയറിപ്പോകാം. ചിലർക്ക് വളരെ ഇഷ്ടമാണ് ഈ കഷ്ടിച്ചുള്ള യാത്ര. ബ്രോൺസ്കി അകത്ത് കടന്നു. ഒന്ന് തിരിഞ്ഞു നോക്കി. ആ സ്ത്രീയും തിരിഞ്ഞു നോക്കുന്നു. എന്ന് പറഞ്ഞാൽ പോരാ. 4 കണ്ണുകൾ, 4 കാട്ടുപൂവുകൾ, കാറ്റിലാലോലം ഉലഞ്ഞുലഞ്ഞങ്ങനെ ഒരുങ്ങുമ്പോൾ ഇതളോടിതൾ ചേർന്നൊരിത്തിരി നേരം കിടറാതൊരേ നില നിന്നുപോയി ആ നിശ്ചലം. 4 കണ്ണുകൾ, 4 കാട്ടുപൂവുകൾ. അങ്ങനെ അധികം നോക്കി നിൽക്കുന്ന മര്യാദയല്ലല്ലോ. അയാൾ അകത്തേക്ക് പോയി. അമ്മേ, അമ്മേ. അമ്മ ഇരുന്ന് ഉറങ്ങുന്നു. ആ മക്കളെ, നീ വന്നോ? ഇരിക്ക്. ഈ ബഹളം വന്ന് അടങ്ങിയിട്ട് നമുക്ക് ഇറങ്ങാം. ഇതിനിടയ്ക്ക് ആ വാതിലിൽ നിന്ന് സുന്ദരി ആരോടോ പറയുന്നത് കേട്ടു. എന്റെ സഹോദരൻ അവിടെ എവിടെങ്കിലും കാണും, ഞാൻ ഇവിടെ നിൽക്കുന്നു പറയും. ബ്രോൺസ്കി പെട്ടെന്ന് ജാലകത്തിലൂടെ തല പുറത്തേക്ക് നീട്ടി ചോദിച്ചു, ആ സ്റ്റീഫന്റെ സഹോദരിയാണല്ലേ? എനിക്ക് മനസ്സിലായില്ല, ക്ഷമിക്കണം. ഡാ മോനെ, നീ ചെന്ന് അവളുടെ സഹോദരനെ തിരഞ്ഞു പിടിച്ചു കൊണ്ട് കൊടുക്ക്. ഈ ആൾബഹളത്തിനിടയ്ക്ക് അവൾ പോകണ്ട. ഞങ്ങൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്. അവിടെ സംഭാഷണം കേട്ടിരുന്നുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. ബ്രോൺസ്കി എഴുന്നേറ്റു. വാതിലിൽ ചെന്ന് വിളിച്ചു, സ്റ്റീഫൻ, സ്റ്റീഫൻ ഇങ്ങോട്ട് വരൂ. ഇവിടെ നിന്റെ സഹോദരൻ ഇവിടെ നിൽക്കുന്നു. സ്റ്റീഫ. അയാൾ വന്നു. ബ്രോൺസ്കി പിന്നെയും വന്ന് അമ്മയുടെ അടുത്തിരുന്നു. അന്നയും സ്റ്റീഫനും അകത്തേക്ക് വന്നു. അന്ന പറഞ്ഞു, അമ്മേ, ഞങ്ങൾ പോട്ടെ. ഞാൻ എൻ്റെ സഹോദരനെ കണ്ടു. അമ്മയുടെ മകനെയും കണ്ടു. 4 കണ്ണുകൾ, 4 കാട്ടുപൂവുകൾ. എടി മോളെ, നിന്റെ മോനെ ഓർത്ത് ദുഃഖിക്കണ്ട. മോനെ നോക്കാൻ അച്ഛൻ അവിടെ ഉണ്ടല്ലോ. ബ്രോൺസ്കി, ഇവൾക്ക് 8 വയസ്സുള്ളൊരു പൊന്നുമോനുണ്ട്. ഇവിടം വരെ മകനെ കുറിച്ച് ഉള്ള വർണ്ണനയായിരുന്നു.
ശരിയാണ്, ഞാൻ എന്റെ മകനെ കുറിച്ചും അമ്മ അമ്മയുടെ മകനെ കുറിച്ചും. 4 കണ്ണുകൾ 4 കാട്ടുപൂവുകൾ. അമ്മയോട് യാത്ര പറഞ്ഞ അന്ന ബ്രോൺസ്കിയുടെ നേർക്ക് കൈ നീട്ടി. ബ്രോൺസ്കി അന്നയുടെ കൈ പിടിച്ചൊന്ന് അമർത്തിയാണ്. 4 കണ്ണുകൾ 4 കാട്ടുപൂവുകൾ കാറ്റിലാലോലം ഉലഞ്ഞുലഞ്ഞങ്ങനെ ഒരുങ്ങുമ്പോൾ ഇതളോടിതൾ ചേർന്നൊരിത്തിരി നേരം കിടറാതോരേ നിന്നുപോയി ആ നിശ്ചലം. 4 കണ്ണുകൾ 4 കാട്ടുപൂവുകൾ. അന്നയും സ്റ്റീഫനും ഇറങ്ങി. പൊടുന്നനെ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ ഒരു ഭാഗത്തേക്ക് ഓടുന്നത് കണ്ടു. അവിടെ എന്തോ ഒരു സംഭവം. അന്ന തിരിച്ചു വന്ന് അമ്മയുടെ അടുത്തിരുന്നു. സ്റ്റീഫനും ബ്രോൺസ്കിയും ഇറങ്ങി ഓടി. അല്പം കഴിഞ്ഞവർ തിരിച്ചു വന്നു. സ്റ്റീഫൻ ചോദിക്കുന്നു, അന്നെ സംഭവം അറിഞ്ഞോ? എന്താണ്? ഹോ, ചെന്ന് കണ്ടതോടെ കഷ്ടമായി പോയി. ഒരുത്തൻ കുടിച്ച് ലക്ക് കെട്ട് റെയിൽവേ പാളത്തിൽ ഇറങ്ങി നിൽക്കുന്നു. വണ്ടി എഞ്ചിൻ പുറകോട്ട് വരികയായിരുന്നു. എന്നിട്ട് ആൾക്കാർ വിളിച്ചിട്ട് അവൻ കേൾക്കണ്ടേ? ഓ, ചെന്ന് കണ്ടതോടെ കഷ്ടമായി പോയി. എന്താ അരഞ്ഞു പോയില്ലേ? അതോ അവന്റെ ഭാര്യയുടെ കൺമുമ്പിലാണ് ഈ സംഭവം. ആ സ്ത്രീയുടെ ദുഃഖമാണ് ദുഃഖം. അന്നയുടെ കണ്ണു നിറഞ്ഞു. ആരോടൊന്നില്ലാതെ അവൾ പറഞ്ഞു, ആ വിധവയ്ക്കാരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തെങ്കിൽ. ആരോടൊന്നില്ലാതാണ് അവൾ പറഞ്ഞത്. പക്ഷെ ബ്രോൺസ്കി അങ്ങോട്ട് ഓടി. അല്പം കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്തു. ആ സ്റ്റേഷൻ കാമ്പൗണ്ടിൽ നിന്ന് 2 കുതിരവണ്ടികൾ 2 വഴിക്ക് പുറപ്പെട്ടു. ഒന്നിൽ അമ്മയും മകനും, മറ്റൊന്നിൽ ആങ്ങളയും പെങ്ങളും. കുതിരവണ്ടിയിലിരിക്കുന്ന അന്ന സ്റ്റീഫനോട് ചോദിക്കുന്നു, സ്റ്റീഫൻ, ആ ചെറുപ്പക്കാരനെ നേരത്തെ പരിചയമുണ്ടോ? ആരെ? മിസ്റ്റർ ബ്രോൺസ്കിയെ. പരിചയമുണ്ടോന്ന്? നല്ല കാര്യം. അവൻ നമ്മുടെ ബന്ധുവാകാൻ പോവല്ലേ? എങ്ങനെ? അവൻ എന്റെ ഭാര്യയുടെ അനിയത്തെ കല്യാണം കഴിക്കാൻ പോവല്ലേ? ഓഹോ, അത് ഞാൻ അറിഞ്ഞില്ല. ഒട്ടുനേരമായവളെ ഗ്രഹിച്ചിടും അദൃശ്യമാം മുഖമോഹങ്ങളെ എതിർത്തെറിയും പോലെ. ഒട്ടുനേരമായവളെ ഗ്രഹിച്ചിടും അദൃശ്യമാം മുഖമോഹങ്ങളെ എതിർത്തെറിയും പോലെ. കുലുങ്ങിയൊന്നമർന്നിരുന്നവളുടെ സഹജന്റെ കുടുംബകാര്യങ്ങളോതി കുതിച്ചു വണ്ടി. അന്ന അവരുടെ സഹോദരന്റെ വീട്ടിൽ വന്നത് ഒരു ചെറിയ കാര്യം പ്രമാണിച്ചാണ്. ചെറിയ കാര്യമല്ല, ഒന്നോർത്താൽ ഒരു വലിയ കാര്യമാണ്. സ്റ്റീഫനും ഭാര്യയും തമ്മിൽ അത്ര സുഖത്തിലല്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ സൂക്കേടാകാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ടല്ലോ. പറഞ്ഞിരുന്നങ്ങ് സൂക്കേടാവുകയല്ലേ. ഇതങ്ങനെയല്ല. സ്റ്റീഫന്റെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരുന്ന ഒരു മിസ്റ്റേഴ്സും സ്റ്റീഫനും തമ്മിൽ എന്തോ തമ്മിലാണെന്ന് സ്റ്റീഫന്റെ ഭാര്യയ്ക്ക് തോന്നി. അപ്പോൾ മുതൽ ആ സ്ത്രീ കണ്ണിൽ എണ്ണയൊഴിച്ച് നടക്കുകയാണ്. ഞാൻ കണ്ടുപിടിക്കുവടി. ഒരു ദിവസം കണ്ടുപിടിച്ചു. കള്ളനെ തൊണ്ടി സഹിതം പിടികൂടി. വഴക്കും വീണല്ലോ. നെഞ്ചത്തടിയും നിലവിളിയും തൂങ്ങിച്ചാകലും കിണറ്റിച്ചാട്ടവും എല്ലാം ഒരു റൗണ്ടല്ല, പല റൗണ്ട് കഴിഞ്ഞതാണ്. സ്റ്റീഫന് ഭാര്യ ആഹാരം വിളമ്പി കൊടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആ വീട്ടിൽ സമാധാനം സ്ഥാപിക്കാനാണ് അന്ന വന്നെത്തിയിരിക്കുന്നത്. അന്ന ഇടപെട്ട് സംസാരിച്ചാൽ തീരാത്ത കുടുംബ വഴക്കില്ല. അന്ന വന്നു. അരമണിക്കൂർ അവർ നാത്തൂന്മാർ തമ്മിൽ സംസാരിച്ചു. എല്ലാം നിരപ്പായി. അന്നത്തെ റഷ്യയിലെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് അന്ന. അംബാസഡർ സ്റ്റാറ്റസിലുള്ള ഒരു വലിയ ഉദ്യോഗസ്ഥനാണ് അലക്സി കരീനിൻ. അലക്സി കരീനിന്റെ ഭാര്യ ആയതുകൊണ്ടാണ് അന്ന കരീനിന എന്നവളെ വിളിക്കുന്നതും. അന്ന കരീനിന മോസ്കോ നഗരത്തിൽ വന്നു നിറഞ്ഞപ്പോഴേക്ക് മോസ്കോ നഗരത്തിലെ ഉദ്യോഗസ്ഥ ഭാര്യമാരുടെ അസോസിയേഷൻ ഒരു അടിയന്തര യോഗം ചേർന്നു. അന്നയ്ക്കൊരു സ്വീകരണം നൽകണം. പിന്നെ നിശ്ചയമായിട്ടും ഓഫ് കോഴ്സ് ഷീ ഡിസേർവ്സ് എ റിസപ്ഷൻ സെർട്ടൻലി. യോഗത്തിൽ സംബന്ധിച്ച മഹിളാമണികൾ ഇംഗ്ലീഷും ഫ്രഞ്ചും റഷ്യനും എല്ലാം ഇടകലർത്തി സംസാരിച്ച് ആ തീരുമാനം ഏകകണ്ഠമായിരുന്നു. അന്ന ആ സ്വീകരണത്തിന് പോയി. സ്വീകരണ ഹാളിൽ കടന്നു ചെന്നപ്പോൾ അവിടെ കേട്ടത് പാട്ടും, അവളെ സ്വീകരണം ചെയ്ത് പാട്ടും ഡാൻസും ഒക്കെയാണ്. നുകരൂ 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 ജീവിത മാധുരി നുകരൂ, വിടർന്ന പൂക്കൾ വിരുന്നൊരുക്കി വിലാസലാസ്യ മനോഹരികൾ. നുകരൂ 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 ജീവിത മാധുരി നുകരൂ. അന്നെ അകത്ത് കടന്നു. ഒരു സെറ്റിയിലിരുന്നു. ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ വെച്ച് പരിചയപ്പെട്ട ചെറുപ്പക്കാരൻ ബ്രോൺസ്കി അടുത്തിന്ന് വിളിച്ചു, വരൂ നമുക്ക് ഡാൻസ് ചെയ്യാം.
ഇല്ല, ക്ഷമിക്കണം, ഞാനിതെല്ലാം കണ്ട് ഇവിടെ ഇരുന്നു കൊള്ളാം. അത് പറ്റില്ല. ഇവിടെ എല്ലാവരും നൃത്തം ചെയ്യണം. ആതിഥേയരും എല്ലാവരും വരൂ പ്ലീസ്. മനസ്സോടെ അവൾ എഴുന്നേറ്റു. വ്രോൺസ്കിയുടെ കൈ കോർത്ത് പിടിച്ചു. അവൾ നൃത്തത്തിന്റെ ഹരം പിടിച്ചപ്പോൾ അയാളും പാടി. തലങ്ങളാൽ അവതലങ്ങളാൽ പല നിറങ്ങൾ തുന്നിയ വിരിയിൽ വിരുന്നിരിക്കൂ മതി വരുവോളം മധുനുകരു ജീവിത മാധുരി നുകരു. ആ ഹാളിന്റെ കോണിൽ ഒരു കസേരയിൽ ഒറ്റയ്ക്കൊരു പെണ്ണിരുന്ന് കണ്ണു തുടയ്ക്കുന്നു, നെടുവീർപ്പിടുന്നു. അവൾ ഒറ്റപ്പെട്ടുപോയി. അവളെ ആരും നൃത്തത്തിന് ക്ഷണിച്ചില്ല. അവളെ ക്ഷണിക്കേണ്ടയാളാണ് വ്രോൺസ്കി. അവളുടെ പ്രതിശുദ്ധ വരനാണ് അയാൾ അന്നയുമൊത്ത് നൃത്തം ചെയ്യുന്നു. അവളിരുന്ന് പെറുപിറുക്കുന്നു. കണ്ടില്ലേ, ആ സ്ത്രീയുടെ ഭാവം വലിയ സുന്ദരിയാണെന്ന് അഹങ്കാരമാണ്. എവിടെ നിന്നോ ഇങ്ങോട്ട് വന്നു. യാതൊരു പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരനൊത്ത് അങ്ങ് തുള്ളല്. അവിടെ മുഖം കണ്ടാൽ അറിയാം. അടക്കുവാനരുതവൾക്കുതല്ലും അകതാരിലെ ആനന്ദം. അവന്റെ മൊഴികളിൽ അലിഞ്ഞവൾ ആടും ഉന്മത നൃത്തം. ആടി മതഭര നൃത്തം. നുകരൂ ജീവിത മാധുരി നുകരൂ ജീവിത മാധുരി നുകരൂ. ഞാൻ പോകുന്നു. അന്നെ എഴുന്നേറ്റു. ഞാൻ പോകുന്നു, എനിക്ക് ധൃതിയുണ്ട്. ആതിഥേയരുടെ മുഖം വാടി. അവർ അവളെ തടഞ്ഞു. പോവരുത്, ഇപ്പോൾ പോവരുത്. യു ആർ ദി ചീഫ് ഗസ്റ്റ്. നിങ്ങളാണ് പ്രധാന അതിഥി. ഞാൻ പോകുന്നു, എനിക്ക് ധൃതിയുണ്ട്, ക്ഷമിക്കണം. അന്ന ആതിഥേയരുടെ കൈതട്ടി പൊയ്ക്കളഞ്ഞു. അന്ന കണ്ടു ഒരു പെണ്ണിന്റെ ദുഃഖം. ആ കണ്ണുനീരിന്റെ കാരണക്കാരി താനാണ്. തനിക്കിഷ്ടമില്ലെങ്കിലും ആ പെണ്ണിന്റെ പ്രതിശുദ്ധ വരനുമൊത്ത് താൻ അല്പനേരം നൃത്തം ചെയ്തു പോയി. ഒരു നിമിഷം നേരത്തെ താൻ ഈ ഹാൾ വിട്ടു പോകുമെങ്കിൽ അതായിരിക്കും ആ പെണ്ണിന്റെ സന്തോഷം. അതുകൊണ്ട് നല്ലവളായ അന്ന പൊയ്ക്കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ അവൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവരുടെ സഹോദരൻ സ്റ്റീഫൻ അവർക്ക് യാത്ര പറഞ്ഞു. വണ്ടി നീങ്ങി. ആ ട്രെയിനിൽ ധാരാളം യാത്രക്കാരുണ്ടായിരുന്നു. അന്ന ഒരു പുസ്തകമെടുത്തു, വായിക്കാൻ തുടങ്ങി. 4-5 പേജ് വായിച്ചു കഴിഞ്ഞു. പക്ഷെ എന്താണ് വായിച്ചെന്നൊരു പിടിയും കിട്ടിയില്ല. അവരുടെ മനസ്സിൽ ഇന്നലത്തെ നൃത്തം, ഇന്നലത്തെ ഗാനം, ഇന്നലെ അവൾ നൃത്തം ചെയ്ത ചെറുപ്പക്കാരന് തുടുത്ത മുഖം തെളിഞ്ഞു വരുന്നു. അവൾ ആ പുസ്തകം സീറ്റിലിട്ടു. അവളെ തന്നെ കുറ്റപ്പെടുത്തി. അന്നേ, നീ എന്താണ് ചിന്തിക്കുന്നത്? നീ ആരെക്കുറിച്ചാണ് ആലോചിക്കുന്നത്? 1000 യുവാക്കളിലേഖനാണ് ആ യുവാവെന്നതിന്മീതയായൊന്നും പാടില്ല ചിന്തിക്കുവാൻ നിനക്കന്നെ. ഭാര്യയാണിന്നു നീ മാതാവുമല്ലേ. വണ്ടി ഒരു സ്റ്റേഷനിൽ നിന്നു. അർദ്ധരാത്രി സമയം. അന്നെ പുറത്തേക്ക് നോക്കി. പരിചയമുള്ള സ്ഥലമല്ലല്ലോ. ആരോ പറയുന്നു കേട്ടു, 10 മിനിറ്റ് കഴിഞ്ഞേ വണ്ടി ഈ സ്റ്റേഷൻ വിട്ടു പോകൂ. അന്നെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി. പ്രകാശമാനമായ പ്ലാറ്റ്ഫോമിൽ അവൾ മെല്ലെ നടന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയവരെല്ലാം അവളെ ഉറ്റുനോക്കിയിട്ടാണ് കടന്നു പോകുന്നത്. താൻ സുന്ദരിയാണ്. ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ തന്നെ നോക്കും. പക്ഷേ അവൾ അത് ശ്രദ്ധിക്കില്ല എന്ന് മാത്രം. തിരികെ വണ്ടിയിൽ കയറാൻ അവൾ വന്ന ഡോർ പോസ്റ്റിൽ പിടിച്ച് സ്റ്റെപ്പിൽ കാൽ വെച്ചപ്പോൾ ആരോ തന്റെ പിന്നിൽ വന്നു നിൽക്കുന്നതായിട്ട് തോന്നി. അവൾ തിരിഞ്ഞു നോക്കി. മുട്ടോളം എത്തുന്ന കരിമ്പടക്കോട്ടും ചരിച്ചു വെച്ച തൊപ്പിയുമായി ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ ചുരുട്ടും കടിച്ചു പിടിച്ചങ്ങനെ നിൽക്കുന്നു. അവളുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. മിസ്റ്റർ വ്രോൺസ്കി. അയാൾ തൊപ്പി കയ്യിലെടുത്തു. ശിരസ്വൽപ്പം കുനിച്ചു. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഒന്നു മോദാനരുതാതൊട്ടു നേരം നിർനിമേഷാക്ഷിയായി നിന്നുപോയന്ന. ഒന്നു മോദാനരുതാതെ ഒട്ടുനേരം നിർനിമേഷാക്ഷിയായി നിന്നുപോയന്ന. താൻ ആരെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. ആ മനുഷ്യൻ പൊടുന്നനെ തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തപ്പോൾ ഒരക്ഷരങ്ങൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. എന്താ മിണ്ടാത്തത്? നിങ്ങൾ എൻ്റെ സ്നേഹിതന്റെ സഹോദരിയാണ്. നാം തമ്മിൽ ലേശം പരിചയമുണ്ട്. അസമയമാണ്, പരിചയമില്ലാത്ത സ്ഥലം. എൻ്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ല, നിങ്ങൾ ഈ വണ്ടിയിലുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എങ്ങോട്ട് പോകുന്നു? ഒന്നും തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് ഞാനും വരികയാണ്. പെട്ടെന്നൊരു ചുഴലിക്കാറ്റ് വീശി. ആ സ്റ്റേഷനിൽ ഒരു ബോർഡ് പൊട്ടി താഴെ വീണു.
തീവണ്ടി എഞ്ചിൽ നിന്ന് കൂവി വിളിച്ചു. അവൾക്ക് തോന്നിയത് കേൾക്കരുതാത്തതു കേട്ടു വിവേകം, കേൾക്കാൻ കൊതിച്ചതു കേട്ടു ഹൃദന്തം, കേൾക്കാൻ കൊതിച്ചതു കേട്ടു ഹൃദന്തം. എങ്കിലും അവൾ പറഞ്ഞു, മാന്യനാണെങ്കിൽ മറക്കുക നിങ്ങൾ മാന്യതയറ്റൊരി സംഭാഷണങ്ങൾ. മാന്യനാണെങ്കിൽ മറക്കുക നിങ്ങൾ മാന്യതയറ്റൊരി സംഭാഷണങ്ങൾ. എന്ത്, ഞാനിത് മറക്കാനോ? നമ്മുടെ ഈ സംഭാഷണം, ഈ സമാഗമം എനിക്ക് ജീവനുള്ള കാലം ഞാനിത് മറക്കില്ല. നിർത്തോ. അവൾ അകത്ത് കയറി വാതിലടച്ചു. വണ്ടി നീങ്ങി. യാത്രക്കാരും ഇതൊന്നും അറിയുന്നില്ലല്ലോ. അവർ സുഖനിദ്ര. ഇരുളിനെ കുത്തിമുറിച്ചുകൊണ്ട് മുമ്പോട്ട് കുതിക്കുന്ന നീണ്ട തീവണ്ടിക്കുള്ളിൽ 2 കമ്പാർട്ട്മെന്റിൽ 2 പേർക്ക് അശേഷം ഉറക്കം വന്നില്ല. ഒരാൾ കണ്ടമാനം ചുരുട്ടു പുകച്ചു തള്ളുന്നു. ഉള്ളിലൊരോമന നൃത്തവുമായവൾ തുള്ളി തുളുമ്പി നിൽക്കുന്നു. തേനൊലിഗാനമായി തോന്നിയവളുടെ തേൻമൊഴി തെല്ലുകളെല്ലാം. ഉള്ളിലൊരോമന നൃത്തവുമായവൾ തുള്ളി തുളുമ്പി നിൽക്കുന്നു. നേരം പുലർന്നു. വണ്ടി ഒരു സ്റ്റേഷനിൽ നിന്നു. ബ്രോൺസ്കി പുറത്തേക്ക് നോക്കി. ഇതേത് സ്റ്റേഷൻ? ഓ, പീറ്റേഴ്സ്ബർഗ്. അവൾക്ക് ഇറങ്ങേണ്ടുന്നത് ഇവിടെയാണ്. അലക്സി കരീനിന്റെ നാട്. അവൾ ഇറങ്ങിയോ? ഇറങ്ങി. ആൾക്കൂട്ടത്തിൽ ഇതാ വളരെ ധൃതി പിടിച്ചങ്ങനെ നടന്നു പോകുന്നു. ഒരു ബാഗും തൂക്കി പിടിച്ചവൾ ധൃതി നടന്നു പോകുന്നു. ബ്രോൺസ്കി ആ തീവണ്ടിയുടെ വാതിലിൽ നിന്നു. ആ ഗേറ്റ് കടക്കുമ്പോഴെങ്കിലും എന്നെ തിരിഞ്ഞു നോക്കും എന്ന പ്രതീക്ഷയിൽ. ഇല്ല, അവൾ കടന്നുപോയി. ഓ, അയാൾക്ക് സഹിക്കാൻ വയ്യാത്തൊരു കാഴ്ച. അവൾ ചെന്ന് മറ്റു പുരുഷനുമായി സംസാരിക്കുന്നു. അവളുടെ ഭർത്താവ്, അദ്ദേഹം ഭാര്യയെ പ്രതീക്ഷിച്ച് സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയായിരുന്നു. അതിന് ഇയാൾ കിടന്ന് എന്തിന് കയർ പൊട്ടിക്കുന്നു? പക്ഷേ ബ്രോൺസ്കി ഇറങ്ങി അങ്ങ് ചെന്നു. എന്നിട്ട് അവിടെ ഭർത്താവ് നിൽക്കുന്നത് കൂട്ടാക്കാതെ ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി നാം തമ്മിൽ കണ്ടതിന് ശേഷം വണ്ടിക്കകത്ത് ഉറങ്ങാനും മറ്റും സൗകര്യമായിരുന്നു? ദൈവമേ, നല്ല ചോദ്യം. ഭർത്താവ് എന്തു വിചാരിക്കും? അവൾ പെട്ടെന്ന് അയാളെ ഭർത്താവിന് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങ് അറിയുമോ ഇദ്ദേഹത്തെ? ആരാണ്? മിസ്റ്റർ ബ്രോൺസ്കി. ഏത് ബ്രോൺസ്കി? ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വണ്ടിയിൽ എൻ്റെ കൂടെ ഒരു അമ്മ ഉണ്ടായിരുന്നല്ലോ, ആ അമ്മയുടെ മകനാണ് ബ്രോൺസ്കി. ഓഹോ, അപ്പോൾ നീ അമ്മയുമൊത്ത് പോയി മകനുമൊത്ത് വന്നിരിക്കുകയാണല്ലേ. ഗ്ലാഡ് ടു മീറ്റ് യു മിസ്റ്റർ ബ്രോൺസ്കി, ഗ്ലാഡ് ടു മീറ്റ് യു. ഹൃദ്യതരങ്ങളാം ഉദ്യാനമേളകൾ, നൃത്തോത്സവങ്ങൾ, സുഹൃത്സഭാവേദികൾ, നിത്യമനുഗ്രഹീതങ്ങളായി അന്നദൻ സുസ്മേര സുന്ദര സന്ദർശനങ്ങളാൽ. അന്നയുടെ ഭർത്താവ് വളരെ തിരക്കുള്ള ഉദ്യോഗസ്ഥനാണല്ലോ. അദ്ദേഹത്തിന് പോകാൻ കഴിയാത്ത ക്ഷണിക്കപ്പെടുന്ന വിവാഹ വിരുന്നുകൾക്കും ഗാർഡൻ പാർട്ടികൾക്കും അദ്ദേഹം സുന്ദരിയായ തന്റെ ഭാര്യയെ അയക്കാറുണ്ട്. ആ വിധത്തിൽ ഹൃദ്യതരങ്ങളാം ഉദ്യാനമേളകൾ, നൃത്തോത്സവങ്ങൾ, സുഹൃത്സഭാവേദികൾ, നിത്യമനുഗ്രഹീതങ്ങളായി അന്നദൻ സുസ്മേര സുന്ദര സന്ദർശനങ്ങളാൽ. പക്ഷെ ഈയിടെയായി എത്തുമിടങ്ങളിലൊക്കെയും കണ്ടവൾ പ്രത്യാശ കൺകളിൽ കത്തും യുവാവിനെ, പ്രത്യാശ കൺകളിൽ കത്തും യുവാവിനെ. പീറ്റേഴ്സ്ബർഗിൽ ഇപ്പോൾ ഇതൊരു സംഭാഷണ വിഷയമായിരിക്കുകയാണ്. വിശേഷിച്ചും സ്ത്രീകളുടെ ഇടയിൽ ഉദ്യോഗസ്ഥ ഭാര്യമാർ സമ്മേളിക്കുന്ന ക്ലബ്ബുകളിൽ പ്രധാന ചർച്ചാ വിഷയം ഇപ്പോൾ അന്നയും ബ്രോൺസ്കിയുമാണ്. നിങ്ങൾ പറഞ്ഞില്ലേ? എന്തു പറഞ്ഞു? അന്ന വളരെ നല്ലവല്ലാനെന്ന്. എനിക്കങ്ങനെ തോന്നുന്നു. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. അതെന്താണ് നിങ്ങൾക്ക് തോന്നാത്തത്? എല്ലാവളും അവളെ പ്രൈസ് ചെയ്യലാണ്, പുകഴ്ത്തലാണ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഷീ ഈസ് സോ പെർഫെക്റ്റ്. അവൾ അത്രയും നല്ലവളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നാത്തത്? അന്ന് അവൾ പോയില്ല അവളുടെ ബ്രദർ മിസ്റ്റർ സ്റ്റീഫന്റെ വീട്ടിൽ മോസ്കോയിൽ. അന്ന് അവൾ അവിടുന്ന് വന്ന നാൾ തൊട്ട് ഞാൻ അവളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓ, എന്താണ് ഇത്രയ്ക്ക് വാച്ച് ചെയ്യാൻ? മോസ്കോയിൽ നിന്നും മടങ്ങി വരുമ്പോൾ മാറ്റങ്ങൾ അന്നയിൽ കാണാം. മോസ്കോയിൽ നിന്നും മടങ്ങി വരുമ്പോൾ മാറ്റങ്ങൾ അന്നയിൽ കാണാം. അപ്പൊ മറ്റൊരുത്തി പറഞ്ഞു, പിന്നാലെ കൂടാൻ ഒരുത്തനുണ്ടാവുക പെണ്ണിനഭിമാനമല്ലേ. വേറൊരുത്തി പറഞ്ഞു, അത്തരക്കാരിതൻ അന്ത്യമർത്തിയിടുക എത്ര ദയനീയമെന്നോ.
എത്ര ദയനീയമെന്നോ. എടിയടി, അതാ വരുന്നു അന്ന. അല്ല, അവനും ഉണ്ടടി. അന്ന വന്നു, ക്ലബ് ഹാളിൽ കടന്നു. ബ്രോൺസ്കി പിന്നാലെ. അവളെ കസേരയിലിരുന്നു, അയാൾ തൊട്ടടുത്ത കസേരയിൽ. ഉദ്യോഗസ്ഥ ഭാര്യമാർക്ക് നല്ല രസം. അവർ മേശയ്ക്കടിയിലൂടെ കാല് നീട്ടി പരസ്പരം ചവിട്ടുന്നു. നോക്കടി നോക്കടി. അന്ന പറയുന്നു, മിസ്റ്റർ ബ്രോൺസ്കി, ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് തീരെ ഇഷ്ടമല്ലെന്ന്. നിങ്ങൾ എന്തിനെന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നു? ഞാൻ എന്തു വേണമെന്ന് പറയൂ. നിങ്ങൾ എന്തു വേണമെന്ന് ഞാൻ പറഞ്ഞു തരണോ? നിങ്ങൾ അറിഞ്ഞോ, എനിക്കൊരു കത്ത് വന്നിരിക്കുന്നു മോസ്കോയിൽ നിന്ന്. എന്താ വിശേഷം? എന്താ വിശേഷം? രോഗിണിയായി നിന്റെ കാമുകി, രോഗിണിയായി നിന്റെ കാമുകി, തീവ്രമാം മാനസിക വ്യത ആണതിൻ കാരണം. രോഗിണിയായി നിന്റെ കാമുകി. എന്താണ് അവൾക്ക് അസുഖം? എന്താണ് അവൾക്ക് അസുഖം? മാനസവേദിയിൽ പൂജിക്കയാണവൾ. മാനസദേവനായി നിങ്ങളെ ഇപ്പോഴും കഷ്ടമ പെണ്ണീനെ വിസ്മരിച്ചിങ്ങനെ ചുറ്റിത്തിരിയുവാൻ എന്തു പിഴച്ചവൾ. രോഗിണിയായി നിന്റെ കാമുകി. അതിന് ഞാൻ എന്ത് വേണമെന്ന് പറയൂ. എന്ത് വേണമെന്നോ? മോസ്കോയിലേക്കു മടങ്ങണം ചെന്നുടൻ ആ വിരഹാർത്തയെ കേൾക്കണമാതരാൽ. അവൾക്ക് അസുഖം പിടിപെടാൻ അന്നേ ഞാനല്ല കാരണക്കാരൻ. അന്നെ അത് നിങ്ങളാണ് ഒരു കാരണക്കാരി. ബ്രോൺസ്കി, നിങ്ങൾ ഇങ്ങനെ അർത്ഥം വെച്ച് പലതും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞാൻ അപേക്ഷിക്കുന്നു, ദയവായി നിങ്ങൾ തിരികെ പോകൂ. നിങ്ങളെ കാത്തിരിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കൂ. അന്നെ, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് മാത്രമല്ല, ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്ക് സംശയമാണ്. നീ എന്റെ ജീവനായി, ജീവന്റെ ജീവനായി, നീയില്ല എങ്കിനി ഞാനില്ല ഭൂമിയിൽ. നീ എന്റെ ജീവനായി, ജീവന്റെ ജീവനായി, നീയില്ല എങ്കിനി ഞാനില്ല ഭൂമി. ബ്രോൺസ്കി, നിർത്തൂ, എനിക്കിത് കേൾക്കണ്ട, നിർത്തൂ. അയാൾ നിർത്തിയില്ലെന്ന് മാത്രമല്ല, കുറെ കൂടി അടുത്തിരുന്ന് പറഞ്ഞു, നിൻ മന്ദഹാസമൻ അന്തരംഗത്തിലെ മന്ദാരവഴിയിലെ പൊന്തിരികൾ. ഇതാ നിങ്ങളുടെ ഭർത്താവ് വരുന്നു. അലക്സി കരിനും കയറി വന്നു. കറുത്ത കോട്ടും വെള്ള കോളറും വളഞ്ഞ വാക്കിംഗ് സ്റ്റിക്കുമായി ഹാറ്റ് കക്ഷത്തൊതുക്കി പിടിച്ച് അദ്ദേഹം കടന്നു വരുന്നു. ഹാളിൽ എല്ലാവരും എഴുന്നേറ്റു. അദ്ദേഹം കൈ ഉയർത്തി, ഇരിക്കും ഇരിക്കും. എല്ലാവരും ഇരുന്നു. ബേറർ ചായ കൊണ്ട് കൊടുത്തു. അദ്ദേഹം ചായക്കപ്പും സാസറും കയ്യിലെടുത്തു. ചായ അല്പം രുചിച്ചു, ചുറ്റും നോക്കി. ഓ അന്ന. തൊട്ടടുത്ത് അയാൾ. അങ്ങനെ പലരും. അടുത്തിരുന്നയാൾ ചോദിച്ചു, അങ്ങയുടെ പദ്ധതിയൊക്കെ എവിടം വരെയായി? പദ്ധതി. അദ്ദേഹം ചായ മേശപ്പുറത്ത് വെച്ചു. ഞാൻ കൊടുത്ത പദ്ധതി അനുസരിച്ച് ഗവൺമെന്റ് പ്രവർത്തിക്കുമെങ്കിൽ 5 സംവത്സരത്തിനുള്ളിൽ നമ്മുടെ രാജ്യം സ്വർഗമായനെ. സ്വർഗം. എന്ത് ചെയ്യാം? ഗവൺമെന്റിന് താല്പര്യമില്ല. നോ ഇൻട്രസ്റ്റ്. ചീട്ട് കളിക്കുന്ന പെണ്ണുങ്ങൾക്ക് നല്ല രസം. അവർ മേശയുടെ അടിയിൽ കൂടെയുള്ള ആ പ്രയോഗം തുടർന്നുകൊണ്ട് തമ്മിൽ പറയുന്നത് ശരിയാണടി. അങ്ങനെ പറഞ്ഞു ശരിയാ. പുള്ളിക്കാരൻ വന്നിട്ടും പുള്ളിക്കാരിക്ക് നോ ഇൻട്രസ്റ്റ്. ഇതൊക്കെ അലക്സി കരിനെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം പോകാൻ ഭാവിക്കുമ്പോൾ എന്നെ അടുത്ത് ചെന്നു. എന്നെ, നമുക്കൊന്നിച്ചു വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ ഇവിടുന്ന് ആഹാരം കഴിക്കാമെന്ന് സമ്മതിച്ചു പോയി. ശരി, ആഹാരം കഴിച്ചിട്ട് വന്നാൽ മതി. അന്ന ആ ക്ലബിൽ നിന്നിറങ്ങുമ്പോൾ വളരെയേറെ ഇരട്ടിയിരുന്നു. അവ വണ്ടിയിൽ കയറാൻ ഭാവിക്കുമ്പോൾ ബ്രോൺസ്കി തൊട്ടു പിന്നിലുണ്ട്. ബ്രോൺസ്കി, ഞാൻ നിങ്ങളോട് പല തവണ പറഞ്ഞല്ലേ എനിക്കിത് ഇഷ്ടമല്ലെന്ന്. ഒരു കാര്യം പറഞ്ഞേക്കാം, നാം രണ്ടും എന്നും സുഹൃത്തുക്കളായിരിക്കും. അതിനപ്പുറം യാതൊന്നുമില്ല. എനിക്ക് നിങ്ങളുടെ സൗഹൃദം വേണ്ട. എന്താ? സൗഹൃദമല്ല കൊതിപ്പു ഞാൻ നിൻ പ്രേമ സൗന്ദര്യ സാമ്രാജ്യ സാർവഭൗമൻ. ഈ മധുപാത്രം നുകർന്നു ഞാൻ ഈ മടിത്തട്ടിൽ മയങ്ങി വീഴും. അല്ലാകിലേകാകിയായി ഞാൻ അനന്തമാം അല്ലിൻ പരപ്പിലലഞ്ഞു കേഴും.
അതെല്ലാം പറഞ്ഞു നിൽക്കാൻ അന്ന നിന്നു കൊടുത്തില്ല. അവൾ വണ്ടി വിട്ടുപോയി. അയാൾ അവിടെ നിശ്ചലനായി നിന്നു. നിശ്ചലനായി, നിർനിമേഷാക്ഷനായി. അന്നയുടെ ഭർത്താവ് നിൽക്കുകയല്ല, നടക്കുകയാണ്. കിടക്കമുറിയിൽ നടക്കുകയാണ്. മേശപ്പുറത്ത് ഒരു വിളക്കിരുന്ന് പ്രകാശിക്കുന്നു. അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്ന വേദപുസ്തകം തുറന്നു തന്നെ ഇരിക്കുന്നു. ചിന്താധീനനായി ആ മനുഷ്യൻ കൈപുറകെ കെട്ടി നടക്കുന്നു. ചിലതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. നേരം വളരെ ഇരുട്ടിയിരിക്കുന്നു. ഭാര്യ ഇനിയും വന്നു ചേർത്തിട്ടില്ല. മനസമാധാനത്തിന് വേണ്ടി അദ്ദേഹം വീണ്ടും വേദപുസ്തകം കയ്യിലെടുത്തു. വായിച്ച ഭാഗം തന്നെ വീണ്ടും വായിച്ചു. Whosoever shall smite your right cheek, turn to him the other also. And if the man takes away your coat, let him have thy cloak also. ഒരുത്തൻ നിന്റെ വലത്തെ ചെള്ളക്കടിച്ചാൽ ഇടത്തെ ചെള്ള കൂടി കാട്ടിക്കൊടുക്കുക. ഒരുത്തൻ നിന്റെ കോട്ടെടുത്തുകൊണ്ട് പോയാൽ രണ്ടാം മുണ്ടും കൂടി കൊടുത്തേക്കുക. അദ്ദേഹം വേദപുസ്തകം താഴെ വച്ചു. അന്യപുരുഷനോടന്യ മിണ്ടുന്നതിൽ ഒന്നുമെനിക്കു പരാതിയില്ല. എന്നും സമൂഹവുമായി പഴകുന്നവൾക്കങ്ങനെ ഉണ്ടാതിരിക്കവയ്യ. അന്യപുരുഷനോടന്യ മിണ്ടുന്നതിൽ ഒന്നുമെനിക്കു പരാതിയില്ല. അവൾക്ക് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരനുമായി സംസാരിക്കുന്നതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. കാൺമീല ഞാൻ അപരാധമെന്നാകിലും കേൾക്കുന്നു ഞാൻ ഇന്നപസ്വരങ്ങൾ. കാൺമീല ഞാൻ അപരാധമെന്നാകിലും കേൾക്കുന്നു ഞാൻ ഇന്നപസ്വരങ്ങൾ. അന്യപുരുഷനോടന്നമിണ്ടുന്നതിൽ ഒന്നുമെനിക്കു പരാതിയില്ല. അല്ല, അങ്ങ് ഇതുവരെ ഉറങ്ങിയില്ലേ? മണി 12 പെട്ടെന്നാണ് അന്ന വാതിൽ തുറന്നകത്ത് കടന്നത്. എന്താണ് കിടക്കാഞ്ഞത്? എന്നും കൃത്യം 11 മണിക്ക് കിടക്കുന്ന ആളാണല്ലോ, ഇന്നെന്ത് പറ്റി? അന്നെ അല്പം സംസാരിക്കാനുണ്ട്. എന്നോടോ? അത്യാവശ്യം വല്ലത് വേണോ? നമുക്ക് രാവിലെ സംസാരിക്കാം, എനിക്ക് ഉറക്കം വരുന്നു. അന്നെ, ഇത് നീ തന്നെയാണോ? എന്താ? ഇന്ന് വൈകിട്ട് നീയും ആ ചെറുപ്പക്കാരും തമ്മിലുള്ള സംഭാഷണം മറ്റുള്ള സ്ത്രീകളുടെ ദൃഷ്ടിയിൽ സംശയകരമായി തീർന്നെന്ന് എനിക്ക് തോന്നുന്നു. എന്താ? നീയും ബ്രോൺസ്കിയുമായിട്ടുള്ള സംഭാഷണം? ഓ ഓ ശരിയാണ് ശരിയാണ്. ഞാനിന്ന് വൈകുന്നേരം വളരെ ഉന്മേഷവതിയായിരുന്നു. അത് അങ്ങക്ക് ഇഷ്ടമായില്ലേ? ഭാര്യയെ സംശയിക്കുന്ന താണതരം പ്രകൃതക്കാരനല്ല ഞാൻ എന്ന് എനിക്ക് അറിയാമല്ലോ. അറിയാമല്ലോ. അങ്ങെന്താണ് ഈ പറയുന്നൊക്കെ? മറ്റുള്ള സ്ത്രീകൾ നിങ്ങളെ ശ്രദ്ധിക്കുകയും എന്നിട്ട് എന്നെ അർത്ഥഗർഭമായി നോക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഉറക്കം വരുന്നു. അന്നേ, അവിടെ നിൽക്കാൻ. അവൾ നിന്നില്ല. അവൾ അടുത്ത മുറിയിലേക്ക് പോയി. ഡ്രസ് മാറി തിരികെ കിടക്കമുറിയിൽ എത്തിയപ്പോൾ അദ്ദേഹം കിടന്നു കഴിഞ്ഞിരിക്കുന്നു. ഉറങ്ങിയിട്ടില്ല. ചുണ്ടുകൾ അമർത്തിപ്പിടിച്ച് കൈകൾ നെഞ്ഞത്ത് പിണച്ചു കെട്ടി അങ്ങനെ കണ്ണും തുറന്ന് കിടക്കുന്നു. ഏത് നിമിഷവും സംഭാഷണം ആരംഭിക്കുമെന്ന് കരുതി അവൾ അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്ന് കിടന്നു. പക്ഷേ അടുത്ത നിമിഷം അവൾ കേട്ടത് അദ്ദേഹം കൂർക്കം വലിക്കുന്നതാണ്. ആ വിളക്ക് കെട്ടു. ആ വീടിൻ്റെ പ്രകാശം പൊലിഞ്ഞു.